സക്സസ് എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മൾ കീപ്പ് ഓൺ ട്രൈയിങ്, കീപ്പ് ഓൺ ലേണിംഗ്. എല്ലാ ദിവസവും നമ്മൾ 1 മണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാകുക. കുറേ വർഷം കഴിയുമ്പോഴത്തേന് അത്ര വലിയ നോളജിൻ്റെ ഒരു 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 ട്രഷറായി മാറും നമ്മൾ. ലേണിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കണം. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഏത് അവയവമാണ്, ശരീരത്തെ ഏത് അവയവമാണ് പ്രവർത്തിപ്പിക്കുന്നത്, അത് കൂടുതൽ സ്ട്രോങ് ആവും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കൈ കുത്തി നടക്കുന്നവർ, കാലിന് സ്വാധീനം കുറവർ കൈ കുത്തി നടക്കുന്ന കാണാൻ പറ്റും. അവരുടെ കൈ നമ്മുടെ കാലിനേക്കാളും ബലം വരുന്നു. എന്തുകൊണ്ടാണ്? അവർ കൈ യൂസ് ചെയ്ത്. സാധാരണ ആൾക്കാരുടെ കൈക്ക് പവറില്ല. എന്നാൽ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് കൈക്ക് പവർ ഉണ്ടാകത്തില്ല. ഉപയോഗിക്കുമ്പോഴാണ് പവർ ഉണ്ടായിരുന്നത്. കാലിന് സ്വാധീനം ഇല്ലാത്തൊരു കൈ കുത്തി നടക്കുമ്പോൾ കൈ ലാസ്റ്റ് കാല് പോലെ ആയി വരുന്നത് കാണാൻ പറ്റും. ഇത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പല ആൾക്കാരുടെയും വയറ് മാത്രമേ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ സ്ട്രോങ് ആയി വരുന്നുണ്ട്. ബാക്കി പലതും പ്രവർത്തിപ്പിക്കുന്നില്ല, അണ്ടർ പെർഫോമിംഗ് ആണ്. നമ്മുടെ ബ്രെയിനിന് ലോഡ് കൊടുക്കൂ, കൂടുതൽ സ്ട്രെച്ച് ചെയ്യൂ. കൂടുതൽ സ്ട്രെച്ച് ചെയ്ത് കൂടുതൽ അതെന്തുമാത്രം ലോഡ് വേണമെങ്കിലും എടുത്തോളും. പക്ഷേ നമ്മൾ ലോഡ് കൊടുക്കാറില്ല. നമ്മൾ വളരെ സോഫ്റ്റായിട്ട് പോകുന്നൊരു അപ്രോച്ചാണ് ചെയ്യുന്നത്. വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെ സോഫ്റ്റായിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഈ കാണുന്ന ലോകോത്തര ചാമ്പ്യൻസ്, മെസ്സി, റൊണാൾഡോ, മറഡോണ, സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരൊക്കെ രാവിലെ എഴുന്നേറ്റ് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചായയൊക്കെ കുടിച്ച് മറ്റേ ഇതിനകത്ത് കിടന്ന് ഒരു ഈസി ചെയറിലൊക്കെ കിടന്ന് ചായയൊക്കെ കുടിച്ച് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് പത്രമൊക്കെ വായിച്ച് ഇങ്ങനെയായിരിക്കും അവരുടെയൊക്കെ ഒരു ഡേ എങ്ങനെയായിരിക്കും. നമ്മൾ കാണുന്ന അവരുടെ ഒരു 1.5 മണിക്കൂർ, ഇപ്പോൾ ഒരു ഫുട്ബോളിലൊക്കെ ഒരു ഹീറോ ആണെങ്കിൽ 1.5 മണിക്കൂർ കളിയാണ് കാണുന്നത്. അതിനു വേണ്ടി എടുത്ത പ്രാക്ടീസ്, എത്രയോ വർഷങ്ങളുടെ ഡെഡിക്കേഷൻ, എത്രയോ സാക്രിഫൈസ്, എത്രയോ രാത്രികൾ, എത്രയോ മഴയത്ത്, എത്രയോ മഞ്ഞത്തുള്ള പ്രാക്ടീസിൻ്റെ ഫൈനൽ വെർഷനാണ് നമ്മൾ 90 മിനിറ്റ്സ് കാണുന്നത്. എത്രയോ ഇയേഴ്സ് ഓഫ് പ്രാക്ടീസാണ് അവർ അതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്. സക്സസ് അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ ചേസ് ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ്, ട്രൈ ചെയ്യുന്നവർക്കുള്ളതല്ല, ചേസ് ചെയ്യുന്നവർക്കുള്ളതാണ്. അതിൻ്റെ പുറകിൽ നിന്ന് ചേസ് ചെയ്യുക, വലിയ സ്വപ്നങ്ങൾ കാണുക, ചെറുതായിട്ട് കാണാതിരിക്കുക, മിനി സ്ക്രീൻ കണ്ട് വർക്ക് ചെയ്യാതിരിക്കുക, വലിയ സ്ക്രീൻ കണ്ട് വർക്ക് ചെയ്യുക. എപ്പോഴും പറയും വർക്ക് ഈസ് വർഷിപ്പ്. നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ പോയി ചുമ്മാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും അവിടെ ചെന്നിരുന്ന് എന്നോട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, വളരെ സീനിയർ ആയിട്ടൊരാൾ, ഞങ്ങളൊരു യാത്ര ഒരു സൺഡേ പ്ലാൻ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹത്തിനോട് ഞാൻ ഓർത്തല്ല, സൺഡേ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം ഓർക്കാതെ ആയിരിക്കും ഡേറ്റ് പറഞ്ഞെന്ന് ഓർത്ത്. ഞാൻ തലേദിവസം ശനിയാഴ്ച ആയപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ അദ്ദേഹം നമ്മൾ സൺഡേ നാളെയാണല്ലോ പോകാമെന്ന് ഓർത്ത്, അദ്ദേഹത്തിന് പള്ളി ഉണ്ടായിരിക്കില്ല രാവിലെ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, നാളെ ബുദ്ധിമുട്ടുണ്ടോ, പള്ളി പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പള്ളിയിലോ, നമ്മൾ വർക്ക് ഈസ് വർഷിപ്പ്. നമുക്കൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പോകുന്ന ദിവസം, അന്നത്തെ ദിവസം അവിടെ പോയില്ലേ തമ്പുരാൻ ക്ഷമിച്ചോളും. കാരണം തമ്പുരാൻ തന്നെ പറയുന്നത് അവിടെ പോയി ചുമ്മാ രാവിലെ ഇവിടെ വന്ന് നിൽക്കാതെ പോയി വല്ല പണിയെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പണിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് പോലും അറിയാം അതാണ് ചെയ്യേണ്ടത്. ഇവിടെ വന്നിരുന്ന് ചുമ്മാ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്നെ ചെയ്യണം, ഞാൻ തന്നെ ഭ്രാന്തായിരിക്കുക. ഇവിടെ വന്ന് എല്ലാവരും വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പോയി പണിയെടുക്കുക എന്നാണ് പുള്ളിയും പറയുന്നത്. വർക്കുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പോയാൽ, അത് നിങ്ങൾ പോകണമെന്നോ നിങ്ങളുടെ വിശ്വാസങ്ങൾ ഇത് മാറ്റണമെന്നും വരുത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റോറിയായി പറഞ്ഞത്. വളരെ വിജയിച്ചിട്ടുള്ള ഒരാളാണ്, വളരെ അപ്സ് ആൻഡ് ഡൗൺസും, വളരെ ഫൈറ്ററാണ്, ഇപ്പോൾ പോലും ഫൈറ്റ്. അപ്പം ഞാൻ പറഞ്ഞത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നോക്കൂ, അവരെ ഫോളോ ചെയ്യൂ.